ഇന്ത്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലിറ്റിൽ കൈറ്റ്സിൽ അംഗമാകണമെങ്കിൽ ഒരു അഭിരുചി പരീക്ഷയെ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? ഇതിന്റെ മുന്നൊരുക്കമായി നടക്കുന്ന 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. വിഷ്വൽ പ്രോഗ്രാമിംഗ് സംബന്ധിച്ച ചോദ്യങ്ങളും ലിറ്റിൽ കൈറ്റ്സിന്റെ അഭിരുചി പരീക്ഷയിൽ ഉണ്ടാകും. ഈ ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. നിങ്ങൾ ഏതെങ്കിലും വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? 7ാം ക്ലാസ്സിലെ ആമ വരയ്ക്കും ചിത്രങ്ങൾ എന്ന പാഠഭാഗം പഠിച്ചത് ഓർമ്മയില്ലേ? അവിടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ആമയെ കൊണ്ട് നമ്മൾ ധാരാളം ചിത്രങ്ങൾ വരപ്പിച്ചു. അതും ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏത് സോഫ്റ്റ്വെയർ ആണ് നാം ആ പാഠഭാഗത്ത് ഉപയോഗിച്ചത്? ടർട്ടിൽ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ആമയെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിച്ചത്. ഓർമ്മ പുതുക്കുന്നതിനായി നമുക്ക് ടർട്ടിൽ ബ്ലോക്സ് ഉപയോഗിച്ച് ഒരു സമചതുരം വരച്ചു നോക്കാം. അതിനായി ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ടർട്ടിൽ ബ്ലോക്സ് എന്ന ക്രമത്തിൽ നമുക്ക് സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ ഈ ആമയെയാണ് നാം ചലിപ്പിക്കേണ്ടതും ചിത്രം വരയ്ക്കേണ്ടതും. 100 യൂണിറ്റ് വശമുള്ള ഒരു സമചതുരം വരയ്ക്കാൻ നാം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകേണ്ടത്? നമുക്ക് നൽകി നോക്കാം. ആദ്യമായി 100 യൂണിറ്റ് മുന്നോട്ട് ചലിക്കുക. അതിനുശേഷം 90 ഡിഗ്രി വലത്തേക്ക് തിരിയുക. വീണ്ടും 100 യൂണിറ്റ് മുന്നോട്ട് ചലിക്കുക. അതിനുശേഷം 90 ഡിഗ്രി വലത്തേക്ക് തിരിയുക. വീണ്ടും 100 യൂണിറ്റ് മുന്നോട്ട് ചലിക്കുക. വീണ്ടും വലത്തേക്ക് 90 ഡിഗ്രി തിരിയുക. വീണ്ടും 100 യൂണിറ്റ് മുന്നോട്ട് ചലിക്കുക. ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ആമയെ കൊണ്ട് ചിത്രം വരപ്പിച്ച് നോക്കാം. അതിനായി ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആമ ഒരു സമചതുരം വരച്ചു. ഒരു നല്ല പ്രോഗ്രാമർ തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി കോഡുകൾ തയ്യാറാക്കുക മാത്രമല്ല ചെയ്യുന്നത്, തന്റെ കോഡുകൾ എത്രത്തോളം ഇഫക്റ്റീവായിട്ട്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാമെന്ന് കൂടി ശ്രദ്ധിക്കുന്നു. ഇവിടെ മുന്നോട്ട് പോകുക, വലത്തോട്ട് തിരിയുക എന്നീ കോഡുകൾ 4 വട്ടം ആവർത്തിച്ചിരിക്കുകയാണ്. നമ്മളൊരു ചതുരം വരയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ട് 4 വട്ടം ആവർത്തിച്ചാൽ മതി. 20 വശങ്ങളോ 25 വശങ്ങളോ ഉള്ള ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിലോ ഈ കോഡുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനാൽ ആവർത്തിച്ചു വരുന്ന കോഡുകൾ എത്ര തവണ ആവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡിംഗ് കൂടുതൽ എഫിഷ്യന്റ് ആയി. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ നിന്നും നമുക്ക് റിപ്പീറ്റ് എന്ന ഈ കോഡ് ബ്ലോക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഫോർവേഡ് 100, റൈറ്റ് 90 എന്നീ കോഡുകൾ നൽകുന്നു. ഇനി ഈ കോഡ് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ 2 കോഡുകളിലും ഏതാണ് കൂടുതൽ കാര്യക്ഷമം? നാം രണ്ടാമത് ചെയ്ത കോഡാണല്ലേ. കാരണം കുറച്ച് നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. നമുക്കറിയാം നമ്മളെല്ലാം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കി. ടർട്ടിൽ ബ്ലോക്സുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിന്റെ വീഡിയോ ഫസ്റ്റ് ബെൽ പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മുന്നോടിയായി തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റൊരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാക്കാം.
ഇതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതാണെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അതെ, 8ാം ക്ലാസ്സിലെ എന്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം എന്ന പാഠഭാഗത്തിൽ പഠിച്ചു. ഏതാണ് ആ സോഫ്റ്റ്വെയർ? സ്ക്രാച്ച് അല്ലേ? സ്ക്രാച്ച് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? അതെ, ഒരു കാർ ഗെയിം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ആ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. സ്ക്രാച്ചിന്റെ ഏത് വേർഷനാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ചത്? അതെ, സ്ക്രാച്ച് 1.4. എന്നാൽ ഇന്ന് സ്ക്രാച്ച് 3 എന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. നാം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സ്ക്രാച്ച് 3യിലാണ്. അതിനൊരു കാരണവുമുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ മൊബൈലിലെയോ കമ്പ്യൂട്ടറിലെയോ ഒക്കെ ബ്രൗസറുകളിൽ നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ പോലും മൊബൈൽ ഫോണിൽ നമുക്ക് സ്ക്രാച്ച് എടുത്ത് പ്രോഗ്രാമിംഗ് പഠിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ബ്രൗസർ തുറന്ന് സെർച്ച് എഞ്ചിന് സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ scratch.mit.edu എന്ന് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ക്രാച്ചിലേക്ക് കടക്കാം. ഇതാണ് സ്ക്രാച്ചിന്റെ ഒഫീഷ്യൽ വെബ് പേജ്. ഇവിടെ സ്ക്രാച്ചുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ധാരാളം സ്ക്രാച്ച് പ്രോഗ്രാമുകൾ, ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവയെല്ലാം എടുത്ത് അതിന്റെ പിന്നിലെ കോഡുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. സ്ക്രാച്ചിൽ പുതിയ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിനായി സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രാച്ച് 3 ലോഡ് ചെയ്തു വരും. ട്യൂട്ടോറിയൽ സ്ക്രീൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ കാണുന്നതാണ് സ്ക്രാച്ച് 3യുടെ ഇന്റർഫേസ്. കമ്പ്യൂട്ടറിൽ ചെയ്ത ഇതേ പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യണമെങ്കിലോ? മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ബ്രൗസർ തുറക്കുക, അതിൽ സ്ക്രാച്ച് എന്ന് സെർച്ച് ചെയ്യുക, സ്ക്രാച്ചിന്റെ വെബ്സൈറ്റിൽ എത്തുക. അവിടെ വന്നാൽ നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോണിലെ ബ്രൗസറിന്റെ സെറ്റിംഗ്സിൽ പോയി ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ കൂടെ ടിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായി നിങ്ങൾക്ക് സ്ക്രാച്ച് മൊബൈലിൽ വ്യൂ ചെയ്യാൻ കഴിയും. ഇനി നാം നിർമ്മിക്കുന്ന ഗെയിമിലോ പ്രവർത്തനങ്ങളിലോ കീബോർഡ് ആവശ്യമുണ്ടെന്ന് കരുതുക. ഒരു USB കീബോർഡ് ഇതുപോലുള്ള OTG കണക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം. സ്ക്രാച്ചുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു കൊച്ചു ഗെയിം നിർമ്മിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്കൊന്ന് കളിച്ചു നോക്കാം. സ്ക്രീനിൽ എന്തെല്ലാമാണ് കാണുന്നത്? 2 പൂച്ചക്കുട്ടികൾ. പൂച്ചക്കുട്ടികൾ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. കളി തുടങ്ങുന്നത് ഈ പച്ച ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഓറഞ്ച് പൂച്ചക്കുട്ടി മേളിൽ നിന്നും താഴെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നു. കറുത്ത പൂച്ചക്കുട്ടി അവിടെ നിന്ന് ഓറഞ്ച് പൂച്ചക്കുട്ടിയെ മാടി മാടി വിളിക്കുകയാണ്, അല്ലേ? കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗെയിം കളിക്കേണ്ടത്. റൈറ്റ് ആരോ ഉപയോഗിച്ച് പൂച്ചക്കുട്ടിയെ മുമ്പോട്ട് ചലിപ്പിക്കാം, ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് പൂച്ചക്കുട്ടിയെ പിമ്പോട്ട് ചലിപ്പിക്കാം, അപ്പ് ആരോ ഉപയോഗിച്ച് പൂച്ചക്കുട്ടിയെ ചാടിക്കാം. മാടി മാടി വിളിക്കുന്ന കറുത്ത പൂച്ചക്കുട്ടിയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഗെയിം. പൂച്ചക്കുട്ടിയെ നമുക്ക് മുമ്പോട്ട് ചലിപ്പിക്കാം. അയ്യോ, ഗെയിം ഓവറായല്ലോ. എന്താണ് സംഭവിച്ചത്? പ്ലാറ്റ്ഫോമിൽ കാണുന്ന നീല നിറത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് വെള്ളമാണ്. വെള്ളത്തിൽ വീണാൽ കളി അവസാനിക്കും. നമുക്കൊന്നുകൂടെ നീല നിറത്തിൽ ടച്ച് ചെയ്യാതെ കളിച്ചു നോക്കാം. കളി ജയിച്ചു അല്ലേ? നീല നിറത്തിൽ തൊടാതെ കറുത്ത പൂച്ചക്കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ നാം കളി ജയിക്കും. ഈ കളി സ്ക്രാച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നാം പുതിയ ഒരു സ്ക്രാച്ച് വിൻഡോ തുറക്കുന്നു. നമ്മുടെ ഗെയിം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം ഇതിലുണ്ടോ? നമ്മുടെ ഗെയിമിന് ആവശ്യമുള്ള ഒരു പൂച്ചക്കുട്ടിയെ നമുക്കിവിടെ ലഭ്യമാണ്, അല്ലേ? ഇത്തരത്തിൽ സ്റ്റേജിലുള്ള കഥാപാത്രങ്ങളെ സ്പ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ അതിന്റെ പേര് മാറ്റാം. ഈ പൂച്ചക്കുട്ടിക്ക് നമുക്ക് എന്തു പേര് നൽകണം? കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് തന്നെ നൽകാം, അല്ലേ? പൂച്ചക്കുട്ടിക്ക് നമുക്ക് തങ്കുപൂച്ചയെ എന്ന് വിളിച്ചാലോ? ശരി.
സ്പ്രൈറ്റിന്റെ പേര് ഇവിടെ നിന്നും തങ്കു എന്നാക്കുന്നു. പിന്നീട് കോഡ് എഴുതുന്ന സമയത്ത് സ്പ്രൈറ്റിനെ തിരിച്ചറിയാൻ ഈ പേര് നമുക്ക് സഹായിക്കുകയും ചെയ്യും. പൂച്ചക്കുട്ടിക്ക് വലിപ്പം അല്പം കൂടുതലാണല്ലേ, അത് നമുക്കൊന്ന് കുറയ്ക്കാം. ഇവിടെ സൈസ് എന്ന ഭാഗത്ത് 100 എന്നാണ് കിടക്കുന്നത്, ഞാനതിനെ 40 ആക്കുന്നു. ഇപ്പോൾ പൂച്ചക്കുട്ടിയുടെ വലിപ്പം കുറഞ്ഞു. അടുത്ത കഥാപാത്രവും ഒരു പൂച്ചക്കുട്ടി തന്നെയാണ്. അതുകൊണ്ട് പുതിയതൊന്ന് എടുക്കുന്നതിന് പകരം നിലവിലുള്ള പൂച്ചയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിറം മാറ്റിയാലും പോരെ? ഇനി നമുക്ക് ഈ ഗെയിമിൽ എന്താണ് വേണ്ടത്? ഒരു പ്ലാറ്റ്ഫോം വേണം അല്ലേ? ഈ പ്ലാറ്റ്ഫോം ഞാൻ മുൻകൂട്ടി വരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്ലാറ്റ്ഫോമിനെ ഒരു സ്പ്രൈറ്റ് ആയിട്ട് സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം. ഇനി എന്താണ് ഈ ഗെയിമിലേക്ക് ആവശ്യം? ഒരു നല്ല ബാക്ക്ഡ്രോപ്പ് വേണം അല്ലേ? നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് സജ്ജമായി കഴിഞ്ഞു. കഥാപാത്രങ്ങളും മറ്റ് ഘടകങ്ങളുമെല്ലാം സ്റ്റേജിൽ വന്നു. ഇനി നമുക്ക് കോഡിംഗ് ആരംഭിക്കാം. ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ആദ്യം ചെയ്യാം അല്ലേ? എന്താണത്? ഈ കറുത്ത പൂച്ചക്കുട്ടി ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് നിന്ന് ചുവന്ന പൂച്ചക്കുട്ടിയെ വിളിക്കുന്നത് പോലെ അനങ്ങിക്കൊണ്ടിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് കോഡാണ് കൊടുക്കാൻ കഴിയുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ചേഞ്ച് കോസ്റ്റ്യൂം. അതെ, ചേഞ്ച് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ബ്ലോക്ക് അതെവിടെയാണ്? ലുക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഈ കോഡ് കാണാം. ഇത് കളി തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കണം. കളി എപ്പോഴാണ് തുടങ്ങുന്നത്? ഫ്ലാഗ് എന്ന് പറയുന്ന ആ കീയിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടാകുമ്പോഴാണ് കളി തുടങ്ങുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഇവന്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന ഈ ബ്ലോക്ക് എടുക്കുക. ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഒരു തവണ മാത്രം മാറിയാൽ മതിയോ? പോരാ, കളി തീരുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏത് ബ്ലോക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കൺട്രോൾസിൽ ഫോർ എവർ എന്ന ഈ ബ്ലോക്ക് ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന ഈ ബ്ലോക്ക് കൂടെ ചേർക്കുന്നു. ഇനി നമുക്ക് ഈ കളി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ? ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്നു. വളരെ വേഗത്തിലാണ് കോസ്റ്റ്യൂമുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് 1 എന്ന ഈ കോഡ് കൂടി ചേർത്ത് നോക്കാം. ഓരോ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പും ഓരോ സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഭാഗം നമ്മൾ പൂർത്തിയാക്കി. കറുത്ത പൂച്ചയുമായി ബന്ധപ്പെട്ട കോഡുകളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ കറുത്ത പൂച്ചയുടെ പേര് നൽകാൻ നമ്മൾ വിട്ടുപോയില്ലേ? എന്ത് പേര് കൊടുക്കണം കറുത്ത പൂച്ചയ്ക്ക്? മിട്ടു എന്നോ? ശരി, നമുക്കെന്നാൽ രണ്ടാമത്തെ പൂച്ചയ്ക്ക് മിട്ടു എന്ന് പേര് കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രധാന കഥാപാത്രത്തിന് ആവശ്യമായ കോഡുകൾ ചെയ്യണം. പ്രധാന കഥാപാത്രം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? കളി തുടങ്ങുമ്പോൾ മുകളിൽ നിന്നും മെല്ലെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷമാണ് കീബോർഡ് ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ ആവശ്യമുള്ള കോഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? മോഷൻ എന്ന ഭാഗത്ത് നമുക്ക് നോക്കാം അല്ലേ? മോഷൻ എന്ന ഭാഗത്ത് ഏതാണ് എടുക്കേണ്ടത്? ചേഞ്ച് y by എന്ന ഈ ബ്ലോക്ക് ഉപയോഗിക്കാം. ഇവിടെ ചേഞ്ച് y by 10 എന്നാണ് കിടക്കുന്നത്. നമുക്കൊരു ചെറിയ വില നൽകാം. 10 എന്നുള്ളത് മാറ്റി 2 എന്നാക്കുന്നു. ഇനി നമുക്ക് ഈ ബ്ലോക്കിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. എന്താണ് സംഭവിക്കുന്നത്? മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ താഴേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വില കുറച്ചാൽ മതി. അപ്പോൾ 2ന് പകരം -2 കൊടുക്കുന്നു. ഇനി നോക്കൂ, താഴേക്ക് ഓരോ തവണ കോഡ് പ്രവർത്തിക്കുമ്പോഴും താഴേക്ക് വരുന്നത് കാണാം. ഇത് എപ്പോഴാണ് സംഭവിക്കേണ്ടത്? കളി ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ സംഭവിക്കണം. കളി ആരംഭിക്കുന്നത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്.
അതിനുശേഷം തുടർച്ചയായിട്ട് ഈ പ്രവർത്തനം നടക്കണമെങ്കിലോ 4 അവർ ലൂപ്പ് കൊടുക്കണോ? ശരി, നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കൺട്രോൾസിൽ നിന്നും 4 അവർ ലൂപ്പ് എടുക്കുന്നു. അതിലേക്ക് ചേഞ്ച് y ബൈ -2 എന്ന ബ്ലോക്ക് ഉൾപ്പെടുത്തുന്നു. ഇനി നമുക്കൊന്ന് ഈ കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം. കോഡ് പ്രവർത്തിച്ചു, മെല്ലെ താഴേക്ക് വന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? പ്ലാറ്റ്ഫോമിൽ തൊട്ടപ്പോൾ പൂച്ച നിന്നില്ല, വീണ്ടും താഴേക്ക് പോയി. ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷൻ വേണം അല്ലേ? ആ കണ്ടീഷൻ നമ്മൾ സെൻസ് ചെയ്യണം. എന്ത് കണ്ടീഷനാണ് സെൻസ് ചെയ്യേണ്ടത്? ടച്ചിങ് പ്ലാറ്റ്ഫോം എന്ന കണ്ടീഷൻ സെൻസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പൂച്ചയുടെ താഴേക്കുള്ള പോക്ക് നിർത്തണം. അപ്പൊ നമുക്കതിനെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ? ഫോർ എവർ അൺടിൽ ടച്ചസ് പ്ലാറ്റ്ഫോം. ഈ പ്രവർത്തനം നടക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ബ്ലോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ റിപ്പീറ്റ് അൺടിൽ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ സെൻസ് ചെയ്യാനായിട്ട് എന്ത് ബ്ലോക്കുകളാണ് ഉള്ളതെന്ന് നോക്കുക. ടച്ചിങ് മൗസ് പോയിന്റർ എന്നിവിടെ കാണുന്നുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൗസ് പോയിന്ററിനെ മാറ്റി പ്ലാറ്റ്ഫോം ആക്കാം. ഇനി ഈ കോഡ് എടുത്ത് ഈ സ്ലോട്ടിലേക്ക് വെക്കുക. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? റിപ്പീറ്റ് അണ്ടിൽ ടച്ചിങ് പ്ലാറ്റ്ഫോം. എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത്? അതെ, ചേഞ്ച് y ബൈ -2 താഴേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം. ഇതിനെ നമുക്ക് ഈ 4 അവർ ലൂപ്പിലേക്ക് വെച്ചിട്ട് കോഡ് ഒന്നുകൂടെ പ്രവർത്തിപ്പിച്ച് നോക്കാം. പൂച്ചക്കുട്ടീനെ നമ്മൾ മുകളിലേക്ക് വെക്കുന്നു. അതിനുശേഷം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നാം ഉദ്ദേശിച്ച കാര്യം സാധിച്ചു അല്ലേ? പ്ലാറ്റ്ഫോമിൽ ടച്ച് ചെയ്യുന്നത് വരെ മാത്രമേ അത് താഴേക്ക് വന്നുള്ളൂ. പക്ഷേ കളി തുടങ്ങുമ്പോൾ വീണ്ടും പൂച്ചക്കുട്ടി എവിടെ വരണം? നേരത്തെ ആയിരുന്ന മുകളിലെ പൊസിഷനിൽ എത്തണം. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? പൂച്ചക്കുട്ടിയുടെ പൊസിഷൻ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ വെക്കുന്നു. അതിനുശേഷം മോഷൻ എന്ന് പറയുന്ന ഈ ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഗോ ടു എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണാം. അതിലെ വിലകൾ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ പൂച്ചക്കുട്ടിയെ മാറ്റുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വിലകൾ മാറി വരുന്നത് കാണാം. അപ്പോൾ എവിടെയാണോ പൂച്ചക്കുട്ടി നിൽക്കുന്നത് ആ പൊസിഷനിലെ വിലയായിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുക. ഈ ബ്ലോക്ക് ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു തവണ മാത്രം ഈ പ്രവർത്തനം ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് ചെന്നതിന് ശേഷമാണ് താഴേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കളിയുടെ തുടക്കം. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ കോഡിൽ കൊണ്ടുവരേണ്ടത്? അതെ, കീബോർഡ് ഉപയോഗിച്ച് പൂച്ചക്കുട്ടിയെ നിയന്ത്രിക്കാൻ കഴിയണം. കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റൊരു പ്രോഗ്രാമിംഗ് ത്രെഡിലാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഇവന്റ് കൊണ്ടുവരുന്നു. അതിനുശേഷം നമുക്ക് 4 അവർ ലൂപ്പ് ആവശ്യമാണ്. ഈ ഒരു സെക്കൻഡ് ത്രെഡിലാണ് കീബോർഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. കീബോർഡിലെ അപ്പ് ആരോ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? പൂച്ചക്കുട്ടി കുതിച്ച് ചാടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് കോഡാണ് ആവശ്യമായി വരിക? നേരത്തെ താഴേക്ക് വരാനായിട്ട് y ആക്സിസിലെ വില കുറച്ചു കൊണ്ടുവന്നത് പോലെ ഒറ്റയടിക്ക് y ആക്സിസിലെ വില മുകളിലേക്ക് ഉയർത്തിയാൽ ചാടുന്ന ഒരു ഇഫക്റ്റ് കിട്ടും. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മോഷൻ ബ്ലോക്കിൽ നിന്നും നമ്മൾ നേരത്തെ എടുത്ത ചേഞ്ച് y ബൈ 10 എന്നത് എടുക്കുന്നു. 10 വീതമുള്ള 10ന്റെ സ്റ്റെപ്പുകളായിട്ട് മെല്ലെ ഉയർത്തിയാൽ മതിയാവും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് കോഡ് ഉപയോഗിക്കാം? കൺട്രോൾസിൽ നോക്കുക. ഇവിടെ നമുക്ക് റിപ്പീറ്റ് 10 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനുള്ളിലേക്ക് ഇതിനെ എടുത്തു വെച്ച് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. താഴെ നിൽക്കുന്ന പൂച്ചക്കുട്ടി ഈ കോഡ് പ്രവർത്തിക്കുമ്പോൾ മെല്ലെ ഉയർന്ന് ചാടുന്നത് പോലെ നമുക്ക് തോന്നും. ഈ കോഡിനെ നമുക്ക് കീബോർഡിലെ അപ്പ് ആരോ പ്രസ് ചെയ്യുക എന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ചില കണ്ടീഷനുകൾ സെൻസ് ചെയ്യണം. എന്ത് കണ്ടീഷനാണ് നമുക്ക് സെൻസ് ചെയ്യേണ്ടത്? സെൻസിംഗിൽ നോക്കിയാൽ നമുക്ക് കാണാം
കീ സ്പേസ് പ്രസ്ഡ് ഈ ബ്ലോക്കിനെ ഞാൻ എടുക്കുന്നു. ഈ സ്പേസ് എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്കിവിടെ ലഭ്യമാണ്. എനിക്ക് ആവശ്യം എന്താണ്? അപ്പാരോ ആണ്. ഞാനിതിനെ അപ്പാരോ ആക്കി. ഇപ്പോൾ അപ്പാരോ പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ സെൻസ് ചെയ്യുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ബ്ലോക്കാണ് ഉപയോഗിക്കേണ്ടത്? ഈഫ് ബ്ലോക്ക് ഉപയോഗിക്കണം അല്ലേ? ഈഫ് ബ്ലോക്ക് എടുക്കുന്നു. ഈ അപ്പാരോ പ്രസ്ഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? ഈഫ് കീ അപ്പാരോ പ്രസ്ഡ് എന്ത് സംഭവിക്കണം? ചാട്ടം എന്ന് പറയുന്ന പ്രോസസ്സ് അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഇത്രയും പ്രക്രിയ കളി തുടങ്ങുമ്പോൾ മുതൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് കീബോർഡിൽ എപ്പോഴെങ്കിലും പ്രസ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ചാടുക എന്ന രൂപത്തിലേക്ക് നമുക്ക് കോഡിനെ ആക്കാൻ കഴിയും. അതിനായി ഈ ബ്ലോക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫോർ എവർ ബ്ലോക്കിലേക്ക് ചേർക്കുന്നു. ഇനി നമുക്ക് കളി പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്നു. പൂച്ചക്കുട്ടി പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു. ഇനി നമുക്ക് അപ്പാരോ പ്രസ് ചെയ്യാം. അപ്പാരോ പ്രസ് ചെയ്യുമ്പോൾ പൂച്ചക്കുട്ടി മുകളിലേക്ക് ചാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ചാടി നിൽക്കുന്ന അവസ്ഥയിൽ വീണ്ടും കീബോർഡിൽ അപ്പാരോ ഞെക്കിയാലോ പിന്നെയും ഉയർന്നു പോകുന്നത് കാണാം. ഇങ്ങനെ സംഭവിക്കാമോ? താഴെ പ്ലാറ്റ്ഫോമിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മാത്രമല്ലേ കുതിച്ചു ചാടാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇവിടെ നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഇപ്പോൾ സെൻസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു കാര്യം കൂടെ സെൻസ് ചെയ്താൽ മാത്രമേ കൃത്യമായി ഈ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയും. അതെന്താണ്? പ്ലാറ്റ്ഫോമിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പോ ഇവിടെ കാണുന്ന ഈ ഒരു കോഡ് മാത്രം പോരാ. സെൻസിംഗിൽ നിന്നും ടച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ രണ്ട് കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പൂച്ചക്കുട്ടി ചാടാൻ പാടുള്ളൂ. ഇതിനെ എങ്ങനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും? നമുക്കിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ? കീബോർഡ് പ്രസ്ഡ് ആൻഡ് ടച്ചിങ് പ്ലാറ്റ്ഫോം. അപ്പൊ ഒരു ആൻഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷനുകളെയും കൂട്ടിച്ചേർക്കാം. അതിന് പറ്റുന്ന ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം നോക്കൂ. ഇവിടെ നമുക്ക് ആൻഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണാം. ഇവിടെ ഒന്നാമത്തെ സ്ലോട്ടിലേക്ക് ആദ്യത്തെ കണ്ടീഷനും രണ്ടാമത്തെ സ്ലോട്ടിലേക്ക് രണ്ടാമത്തെ കണ്ടീഷനും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് ഈ ഈഫിന്റെ സ്ലോട്ടിലേക്ക് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയാലോ? കീബോർഡിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു, മുകളിലേക്ക് ഉയരുന്നു. പക്ഷെ ഉയർന്നു നിൽക്കുമ്പോൾ വീണ്ടും പ്രസ് ചെയ്താൽ പൂച്ചക്കുട്ടിക്ക് ചാടാൻ കഴിയില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്? അതെ, റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ വലത്തോട്ടും ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇടത്തോട്ടും ചലിക്കണം. അതിനായി വീണ്ടും നമ്മൾ ഒരു ഈഫ് ബ്ലോക്ക് ആഡ് ചെയ്യുന്നു. സെൻസിംഗിൽ നിന്നും കീ പ്രസ് എന്താക്കി മാറ്റുന്നു? റൈറ്റ് ആരോ ആക്കി മാറ്റുന്നു. റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ എന്താണ് സംഭവിക്കേണ്ടത്? വലത്തോട്ട് നീങ്ങണം. വലത്തോട്ട് നീങ്ങാനായിട്ട് ഏത് വിലയാണ് നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ടത്? എക്സിന്റെ വിലയാണ് കൂട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ മോഷനിൽ നിന്നും ചേഞ്ച് എക്സ് ബൈ എന്ന ഈ ബ്ലോക്ക് അവിടെ ചേർക്കുന്നു. വില 2 മതി. പുറകോട്ട് നീങ്ങണമെങ്കിലോ ഇതേ കോഡ് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ഇഫ് ബ്ലോക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ താഴേക്ക് വയ്ക്കുന്നു. അതിനുശേഷം റൈറ്റ് ആരോ എന്നത് ലെഫ്റ്റ് ആരോ ആക്കുന്നു. പുറകോട്ട് പോകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 2ന് പകരം -2 കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കീബോർഡിലെ കീകൾ ഉപയോഗിച്ച് പൂച്ചക്കുട്ടിയെ മുമ്പോട്ടും പുറകോട്ടും ആക്കാം, മുകളിലേക്ക് ചാടാം. അപ്പോൾ നമ്മൾ ഗെയിമിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ഈ ഗെയിമിൽ വേണ്ടത്? ഗെയിമിന്റെ ജയവും പരാജയവും നിർണ്ണയിക്കണം. അതിനായിട്ട് നമുക്ക് പുതിയൊരു കോഡ് ബ്ലോക്ക് തുടങ്ങാം. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് കൺട്രോൾസിൽ നിന്നും
ഫോർ എവർ എപ്പോഴും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് കണ്ടീഷൻ? തോൽക്കാനോ ജയിക്കാനോ ഉള്ള കണ്ടീഷൻ. എന്താണ് തോൽക്കാനുള്ള കണ്ടീഷൻ? വെൻ ടച്ചിങ് ബ്ലൂ കളർ. അത് നമുക്ക് സെൻസിംഗിൽ നിന്നും എടുക്കാം. ടച്ചിങ് കളർ എന്ന ഈ ബ്ലോക്ക് എടുക്കാം. നിലവിലെ കളർ മാറ്റുന്നതിനായി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ കളർ പിക്കർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള നിറത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഈഫ് ബ്ലോക്ക് ആവശ്യമുണ്ട് അല്ലേ? ഈഫ് ബ്ലോക്ക് എടുക്കുന്നു, ടച്ചിങ് കളർ അതിൽ ചേർക്കുന്നു. ഇത് ഫോർ എവർ ലൂപ്പിലേക്കാണ് നാം കൊണ്ടുവരുന്നത്. ഇപ്പോൾ കളി പരാജയപ്പെടുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് തയ്യാറായി. ഇനി കളി പരാജയപ്പെടുമ്പോൾ എന്താണ് വേണ്ടത്? ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്ത് ബാക്ക് ഡ്രോപ്പിന്റെ കോസ്റ്റ്യൂമുകൾ എടുത്തു നോക്കാം. ഇതിൽ ആവശ്യമില്ലാത്തൊരു കോസ്റ്റ്യൂം ഉണ്ട്, അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫോറസ്റ്റ് എന്ന ഈ കോസ്റ്റ്യൂമിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോറസ്റ്റ് 2 എന്ന പുതിയ ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ലഭിച്ചു. ഇവിടേക്ക് ടെക്സ്റ്റ് ടൂൾ എടുത്ത് ആവശ്യമുള്ള നിറം കൊടുത്ത് ഗെയിം ഓവർ എന്ന് എഴുതുന്നു. അതിനുശേഷം ആവശ്യമുള്ള വലിപ്പം നൽകുന്നു. വീണ്ടും നമുക്ക് കോഡ് ബ്ലോക്കിലേക്ക് പോകാം. ടച്ചിങ് ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? ബാക്ക് ഡ്രോപ്പ് ഗെയിം ഓവർ എന്നുള്ളത് ആയി മാറണം. അതിനുള്ള കോഡ് ലുക്സിൽ നിന്നും നമുക്ക് എടുക്കാം. സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു ഫോറസ്റ്റ് 2. ഫോറസ്റ്റ് 2ലാണ് ഗെയിം ഓവർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വയ്ക്കാം. പക്ഷെ കളി തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുകയാണ്. അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കളിയുടെ തുടക്കത്തിൽ ബാക്ക് ഡ്രോപ്പ് ഫോറസ്റ്റ് 1 എന്ന് ആക്കിയാൽ പോരെ. ഇനി ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ബാക്ക്ഗ്രൗണ്ട് വരികയും പൂച്ചക്കുട്ടി നീല നിറത്തിൽ തൊടുമ്പോൾ ഗെയിം ഓവർ എന്നാവുകയും ചെയ്യും. പക്ഷേ ഗെയിം ഓവർ ആയിട്ടും കളി പിന്നെയും തുടരുകയാണ്. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഗെയിം ഓവർ ആകുന്നതോടൊപ്പം ഈ ഗെയിമിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് കൂടെ ആഡ് ചെയ്യണം. അത് നമുക്ക് കൺട്രോൾ സെക്ഷനിൽ നിന്നും എടുക്കാം. സ്റ്റോപ്പ് ഓൾ എന്ന ഈ ബ്ലോക്ക് കൂടി ഇവിടെ ചേർക്കുന്നു. ഇനി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഗെയിം ഓവറായി. ഇനി എനിക്ക് കളി തുടരാൻ കഴിയില്ല. കളി പരാജയപ്പെടുന്നതിനുള്ള കോഡ് നാം ഇപ്പോൾ ഇവിടെ ചെയ്തു. കളി ജയിക്കുന്നതിനാവശ്യമായ കോഡ് നിങ്ങൾക്ക് തനിയെ ചെയ്തുകൂടെ? ഇന്ന് നാം ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ മുമ്പ് പഠിച്ച വിഷ്വൽ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പുതുക്കാൻ കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടെ ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള ചോദ്യങ്ങളാവും ലിറ്റിൽ കൈറ്റ്സിന്റെ അഭിരുചി പരീക്ഷയിൽ ഉണ്ടാകുക. ഇന്ന് നാം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക. ലിറ്റിൽ കൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പുകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.